ഒരു തെരുവ് നായിനെ പോലെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവർ കാണുന്നത്. ഒന്ന് മൂത്രമൊഴിക്കാൻ നിർത്തിയാൽ അവന് കേസ് ഗണേഷ് കുമാർ പുതിയൊരു തീരുമാനം എടുത്ത് ലോറി ഡ്രൈവർമാർ ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ ഉറങ്ങണം. അതെവിടെ? റോഡിന്റെ മുകളിൽ നിന്ന് 10 മീറ്റർ അപ്പുറം കൊണ്ടുവെക്കുക. ഗണേഷ് കുമാർ സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നോ 10 മീറ്റർ അപ്പുറത്ത് കൊണ്ടുവെക്കാന്? ഡ്രൈവർമാർക്ക് ഒന്ന് കിടന്നുറങ്ങാനോ, ഒന്ന് ബാത്റൂമിൽ സ്വസ്ഥമായിട്ട് പേടിയില്ലാതെ എന്ന് പറയാം, പേടിയില്ലാതെ കിടന്നുറങ്ങാനോ കഴിയാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ശരിക്കും നിങ്ങൾ കൊള്ളയടിക്കുന്നതിന് മറക്കുന്നൊന്നുമില്ല. അതായത് ടാക്സ് വേണം, ക്ഷേമനിധി വേണം, കുന്നം വേണം, കുടച്ചക്രം വേണം എന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഡ്രൈവർമാരോട് എന്തെങ്കിലും ഒരു കരുണ ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ കാണിക്കുന്നുണ്ടോ? നടു റോഡിലിട്ട് തുപ്പുകയും ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നില്ലേ? ഒരു റോഡ് ഉണ്ടാക്കി, ഒരു മന്ത്രി റോഡ് ഉണ്ടാക്കി, അപ്പോഴേക്ക് മന്ത്രിക്ക് ആശംസ, മന്ത്രിക്ക് എന്താണ് സ്വീകരണം ഒരുക്കല്. അതല്ല ചെയ്യേണ്ടത്. അവന്റെ പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ ഏൽപ്പിച്ചേക്കുന്ന പണി. ഒരു മന്ത്രിയെ ഏൽപ്പിക്കുമ്പോൾ ആ മന്ത്രി ചെയ്യേണ്ട പണികളുണ്ട്. ആ പണികളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മന്ത്രി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രൊമോഷൻ കൊടുക്കരുത്. ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പറയണം, ഡ്രൈവറെ കഴുത്ത് കത്തി വെക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെട്ടോ? എത്ര ജീവനുകളാണ്, ഒരുപാട് ഡ്രൈവർമാർക്ക് പോയത്. ഒരു സുരക്ഷയില്ലാത്ത ലെവലിൽ ഒന്നും വേണ്ട. അർജുന അതിന് വലിയ ഡ്രൈവല്ലേ? തീർച്ചയായിട്ടും കിടന്നുറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ശരിക്കും അവൻ ആ പാർക്കിംഗ് ആ റോഡ് സൈഡിൽ വെച്ച് കിടന്നുറങ്ങിയോണ്ടല്ലേ മണ്ണിടിച്ചിൽ പോയി പെട്ടത്? തീർച്ചയായിട്ടും അല്ലെ? ഒരു ഡ്രൈവർ ഇന്ന് പണി മുടക്കിയാൽ കഴിഞ്ഞ കേരളത്തിന്റെ കഥ എങ്ങനെ കൊണ്ടുവരും? സിംലേക്ക് അടുക്കുന്ന ആപ്പിൾ വേണം ഇവിടെ, കർണാടകയ്ക്ക് അടുക്കുന്ന പച്ചക്കറി വേണം ഇവിടെ, ആന്ധ്രയ്ക്ക് അടുക്കുന്ന അരി വേണം. ഇതാര് കൊണ്ടുവരും? അപ്പൊ ഡ്രൈവർമാർക്ക് ഇവിടെ നീതി കിട്ടണോ? ഏറ്റവും വലിയ ഒരു പ്രൊഫഷനാണ് ഡ്രൈവർ. ഡ്രൈവർ ഇല്ലെങ്കിൽ, ഇന്നൊരു നാഷണൽ പെർമിറ്റ് ലോറി ഇവിടെ ഓടുന്നില്ലെങ്കിൽ ഇവിടെ പട്ടിണി എടുക്കേണ്ട മന്ത്രിയും ഞാനും നിങ്ങളും ഒക്കെയാണ്. അതിന്റെ പുറമെ എവിടെയെങ്കിലും ഒരു വെള്ളം കയറിയാൽ അതിന് ഡീസലിന് മുകളിൽ 2 രൂപ സെസ്. 4 ആൾ ഒന്നിച്ച് മരിച്ചാൽ ഇപ്പുറത്ത് വേറൊരു സെസ്. ഗണേഷ് കുമാർ ഇപ്പൊ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ വീട്ടിലിരുന്ന് നിയമനിർമ്മാണം നടത്തുകയാണ്. അങ്ങനെ ചെയ്തോനെ സസ്പെൻഡ് ചെയ്തോ, ഇങ്ങനെ ചെയ്തോന്റെ പെർമിറ്റ് കട്ട് ചെയ്തോ. ഷോ മാത്രമേ, ഫുൾ ഷോ. നമസ്കാരം. ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൂട്ടിക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ പരിപാടി. സർക്കാരുകളെ വിമർശിച്ചുള്ള വീഡിയോ അല്ല ഇത്. പക്ഷേ പ്രസ്ഥാനത്തിൽ എത്രത്തോളം ജോലിക്കാരുണ്ടാകും എന്നുള്ളത് പോലും ചിന്തിക്കാതെയാണ് ആ പ്രസ്ഥാനത്തിനെതിരെ ഭാരം ചുമത്തുക. ഞാനിപ്പോ ഇരിക്കുന്നത് ലോറി അസോസിയേഷന്റെ ഓഫീസിലാണ്. കദർക, എന്താണ് ഇന്ന് ലോറി ഡ്രൈവർമാരുടെ അവസ്ഥ, ലോറി മുതലാളിമാരുടെ അവസ്ഥ, ലോറി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് പറയാം? ഞാൻ ലോറി ഫീൽഡിൽ 45 വർഷത്തെ പരിചയമുണ്ട്. ക്ലീനർ, ഡ്രൈവർ, ഓണർ, നേതാവ് എന്നുള്ള എല്ലാ നിലയിലും പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഈ ലോറി പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുനടക്കാൻ ഇവിടെ ഏറ്റവും എതിര് നിൽക്കുന്നത് ഗവൺമെൻറ്റാണ്. അടിക്കടിയുള്ള ടാക്സ് വർധനവ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റ് എടുത്ത് പരിശോധിച്ചാൽ ഒരു വണ്ടിക്ക് എത്ര വീലുണ്ടോ, എത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ചാണ് ടാക്സ്. അപ്പോൾ ഇവിടെ 6 വീലുള്ള വണ്ടിക്ക് 4060 റുപ്യാണ് ടാക്സ്. അത് 10 വീല് വണ്ടിയാകുമ്പോൾ ഇവർ വാങ്ങുന്നത് 12,070 രൂപയാണ്. അനീതിയാണ്, കൊള്ള. പല പ്രാവശ്യം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു, പല യൂണിയനുകളും. പക്ഷേ ഗവൺമെൻറ് കണ്ണടിച്ച് ഞങ്ങളെ പൊട്ടനാക്കുക. പക്ഷേ ഈ വ്യവസായം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ് സഹായിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ സബ്സിഡി ആയിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഒരു ലോറി തൊട്ടത് മുതൽ ആ ഓണർ മരിക്കുന്നവരെ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും. അതിൻ്റെ പുറമെ എവിടെയെങ്കിലും ഒരു വെള്ളം കയറിയാൽ അതിന് ഡീസലിന് മുകളിൽ 2 രൂപ സെസ്. 4 ആൾ ഒന്നിച്ച് മരിച്ചാൽ ഇപ്പുറത്ത് വേറൊരു സെസ്. ഇതൊക്കെ കൊടുക്കേണ്ടതാണ് ഒരു ലോറിക്കാരനാണ്. ഇവിടുത്തെ ഒരു ലോറിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ലോറി വ്യവസായമല്ല, സ്വയം തൊഴിലാണ്. ഒരു ലോറി ഒരാൾ വാങ്ങുന്നത് അവന് ജീവിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു സംഭവം ഇവിടെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ടാക്സ് അടക്കണമെങ്കിൽ ക്ഷേമനിധി അടക്കണം. ഈ ക്ഷേമനിധി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ക്ഷേമനിധി എന്താണ്? ക്ഷേമനിധി എന്തെങ്കിലും വല്ല ഉപകാരമുണ്ടോ ആ സാധനത്തിൽ? ഒരു അടിസ്ഥാന തൊഴിലാളിക്കാണ് നിയമപ്രകാരം ക്ഷേമനിധി കൊടുക്കേണ്ടത്. അതിപ്പോൾ ഒരു കമ്പനി അല്ലെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ 7 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലേബറിൽ അത് രജിസ്റ്റർ ചെയ്യണം. അവർക്ക് PF-ഉം ക്ഷേമനിധിയും ഒക്കെ കൊടുക്കണം. ഇന്ന് ഇവിടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ലോറി വാങ്ങി ഒരു ഡ്രൈവറെ പണിക്ക് വെച്ച് കഴിഞ്ഞാൽ
ആ ഡ്രൈവർക്കും ആ ലോറിക്കും ക്ഷേമനിധി കൊണ്ടേ അടക്കും. ആ ഡ്രൈവർ ഒരാഴ്ച പോകും, അല്ലെ 2 ആഴ്ച പോയി പണിയില്ല. അതിനോടുകൂടെ അവൻ്റെ ക്ഷേമനിധി പെൻഡിങ് ആയി. പിന്നെ അവൻ 6 മാസം കഴിഞ്ഞ് പണി കിട്ടും. അന്ന് വീണ്ടും ഒരു ഓണർ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഇത് പുതുക്കണം. പുതുക്കാൻ പറയുമ്പോൾ ഈ പെൻഡിങ് ആയ പൈസ അടക്കണം. അതിന് ഡ്രൈവർക്ക് കഴിവില്ല, ഒക്കെ ലാപ്സായി. ഇത് മുഴുവൻ കുന്നുകൂടി കിടക്കുകയാണ് ഗവൺമെന്റിന്റെ അടുത്ത്. കോടിക്കണക്കിന് ഞാൻ ചോദിക്കുന്ന ആ ക്ഷേമനിധി എന്നുള്ള സംഭവത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് എന്റെ ചോദ്യം. യാതൊരു നിലക്കുള്ള സഹായവും കിട്ടിയില്ല. അപ്പൊ ശരിക്കും ശുദ്ധ തട്ടിപ്പല്ലേ ശരിക്കും? അത് തീർച്ചയായിട്ടും 100% കൊള്ളയല്ലേ? അതായത് ഒരു സംഭവം നടപ്പിലാക്കുമ്പോൾ ആ സംഭവം നടപ്പിലാക്കുന്നതിന്റെ ബാക്ക് വശവും മുൻവശവും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. താങ്കൾ പറയുന്നത് വലിയൊരു പോയിന്റാണ്. ഞാൻ കൂടെ ഇപ്പൊ പുതുതായിട്ട് അറിയുന്ന പോയിന്റാണ്. അതായത് ഒരു ഡ്രൈവർ വണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഡ്രൈവർ വന്നു, ആ ഡ്രൈവറെ ആയുഷ്കാലം കൊണ്ടു നടക്കാന്ന് പറയാൻ പറ്റില്ല. കാര്യം ആ പകുതിയിൽ ആ ഡ്രൈവർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ ക്ഷേമനിധി പെൻഡിങ് ആയി പോകും. സ്വാഭാവികമായിട്ട് ഈ പെൻഡിങ് ഡ്രൈവ് ചെയ്യാതെ തന്നെ ക്ഷേമനിധി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയല്ലേ? ഞങ്ങൾക്ക് പറയാനുള്ളത്, ക്ഷേമനിധി ഇവിടെ തികച്ചും നടപ്പിലാവണമെങ്കിൽ ഒരു ഡ്രൈവറായ ഒരാൾ രജിസ്റ്റർ ചെയ്ത് അവന് ലേബർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ അവന്റെ 60 വയസ്സ് വരെ അവൻ ക്ഷേമനിധി അടച്ചോളണം. അവന് ആനുകൂല്യം കിട്ടുകയും. അത്ര സംഭവം ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും ഉടായ്പല്ലേ? ഞങ്ങൾ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ട് ഉടായ്പല്ലേ ശരിക്കും? 100% പാവപ്പെട്ട ലോറി ഡ്രൈവർമാരും ലോറി പ്രസ്ഥാനം നടത്തുന്ന ആളുകളും ഇവര് ശരിക്കും നട്ടം തിരികെയല്ലേ ശരിക്കും ചെയ്യാം? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ലോറിക്കാരെ മേലെ അടിച്ചേൽപ്പിച്ചാണ് സർവർ തയ്യാറായപ്പോൾ ടാക്സ് അടക്കാൻ ഓൺലൈനിൽ അടക്കാൻ കഴിഞ്ഞ്. സർവർ ക്ലിയർ ആയപ്പോൾ പറഞ്ഞ് 14,000 റുപ്യ 16,000 റുപ്യ 10% ഇൻട്രസ്റ്റോട് കൂടെ അടിച്ചെങ്കിൽ മാത്രമേ ടാക്സ് അടക്കാം. ഈ നമ്മുടെ ക്ഷേമനിധി ഉള്ള ഡ്രൈവേഴ്സ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അവർ വേറെ പണി അന്വേഷിക്കും. ഇപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സർക്കാരുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ സംഭവത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് 10 രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് ആരും വിചാരിക്കണ്ട. കാര്യം ആ കാലം കഴിഞ്ഞു. തീർച്ചയായിട്ടും ഡീസലിനും മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊള്ളേടി തന്നെയാണ്. ടാക്സും ഡീസലും ഒക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാൻ കഴിയും. മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ രീതിയിലേക്ക് സർക്കാരുകൾ, ഇപ്പൊ ഗണേഷ് കുമാർ അടക്കം സംസാരിക്കാറുണ്ട്. പക്ഷേ ഗണേഷ് കുമാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പുറത്തു പോയി കഴിഞ്ഞാൽ അത്രയേറെ കുറവാണ് രജിസ്ട്രേഷന്. നിങ്ങൾ കൊള്ളയടിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. ഗണേഷ് കുമാർ ഇപ്പൊ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ വീട്ടിലിരുന്ന് നിയമനിർമ്മാണം നടത്തുകയാണ്. അങ്ങനെ ചെയ്തോനെ സസ്പെൻഡ് ചെയ്തോ, ഇങ്ങനെ ചെയ്തോന്റെ പെർമിറ്റ് കട്ട് ചെയ്തോ. ഷോ ഓഫ് മാത്രം. ഷോ മാത്രമേ, ഫുൾ ഷോ. ജനങ്ങള് കുറച്ച് ആളുകളുണ്ട്, അതായത് ഈ ഭരണാധികാരികള് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ, ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു റോഡ് ഉണ്ടാക്കി, ഒരു മന്ത്രി റോഡ് ഉണ്ടാക്കി, അപ്പോഴേക്ക് മന്ത്രിക്ക് ആശംസ, മന്ത്രിക്ക് എന്താണ് സ്വീകരണം ഒരുക്കല്. അതല്ല ചെയ്യേണ്ടത്. അവന്റെ പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ ഏൽപ്പിച്ചേക്കണ പണി. ഒരു മന്ത്രിയെ ഏൽപ്പിക്കുമ്പോൾ ആ മന്ത്രി ചെയ്യേണ്ട പണികളുണ്ട്, ആ പണികളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓവർ ബൂസ്റ്റപ്പ് കൊടുത്തിട്ട്, അതായത് കുട്ടികളെ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് ഓവർ പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ തളച്ചിടുകയാണ് ചെയ്യുക. ഈ പാർട്ടി ചെയ്തു, ആ മന്ത്രി ചെയ്തു, ആ മന്ത്രി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രൊമോഷൻ കൊടുക്കരുത്. ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പറയണം, ഓരോ സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് സർക്കാരുകളെ അല്ലെങ്കിൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങള് ഈ മന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ മന്ത്രിക്ക് കഴിവുണ്ട് എന്ന് വെച്ചിട്ടാണ്, ആ മന്ത്രിയെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. തീർച്ചയായും മനസ്സിലാക്കാതെ ഒരുപാട് പോകുന്നുണ്ട്. ശരിക്കും നമ്മളിത് ഒരാളെ കുറ്റം പറയുന്നല്ല, അവർ ചെയ്യേണ്ട പണിയാണ്. എന്തിനാണ് നിങ്ങൾ പൂജിക്കുന്നത്? അവനെ പണി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ മന്ത്രിയാക്കിയിരിക്കണേ. അപ്പൊ ആ മന്ത്രി എന്ത് ചെയ്യണം എന്നുള്ളത് മന്ത്രിക്ക് കറക്റ്റ് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും മന്ത്രി ചെയ്യും വേണം. ശരിക്കും ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ കയറ്റുമതിയില്ല, ഒക്കെ ഇറക്കുമതിയാ. ഇത് മുഴുവനും ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഈ നാട്ടിലെത്തിക്കുന്ന ഡ്രൈവർമാരോട് എന്തെങ്കിലും ഒരു കരുണ ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ കാണിക്കുന്നുണ്ടോ? നടു റോട്ടിലിട്ട് തുപ്പുകയും ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നില്ലേ? ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് കരുതിയിട്ട്. അപ്പൊ ഡ്രൈവർമാർക്ക് ഇവിടെ നീതി കിട്ടണോ? ഏറ്റവും വലിയ ഒരു പ്രൊഫഷനാണ് ഡ്രൈവർ. ഡ്രൈവർ ഇല്ലെങ്കിൽ, ഇന്നൊരു നാഷണൽ പെർമിറ്റ് ലോറി ഇവിടെ ഓടുന്നില്ലെങ്കിൽ ഇവിടെ പട്ടിണി എടുക്കേണ്ട മന്ത്രിയും ഞാനും നിങ്ങളും ഒക്കെയാണ്. ഒരു ഡ്രൈവർ ഇന്ന് പണി മുടക്കിയാൽ കഴിഞ്ഞ കേരളത്തിന്റെ കഥ എങ്ങനെ കൊണ്ടുവരും? സിംലയ്ക്ക് അടുക്കുന്ന ആപ്പിൾ വേണം ഇവിടെ, കർണാടകയ്ക്ക് അടുക്കുന്ന പച്ചക്കറി വേണം ഇവിടെ, ആന്ധ്രയ്ക്ക് അടുക്കുന്ന അരി വേണം. ഇതാരും കൊണ്ടുവരും? അങ്ങനത്തെ ഡ്രൈവർമാരോട് ഒരു കരുണയും ഇന്ന് വരെയുള്ള ഗവൺമെന്റ് കാണിച്ചില്ല. ഇനി കാണിക്കുമെന്ന് ഞങ്ങൾക്കൊട്ട് വിശ്വാസവുമില്ല. ഒരു തെരുവ് നായിനെ പോലെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഡ്രൈവർ കാണുന്നത്. ഒന്ന് മൂത്രമൊഴിക്കാൻ നിർത്തിയാൽ അവന് കേസ്
അതായത് ഇല്ല. ഡ്രൈവർമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഡ്രൈവർമാർക്ക് ഒന്ന് കിടന്നുറങ്ങാനോ ഒന്ന് ബാത്റൂമിൽ സ്വസ്ഥമായിട്ട് പേടിയില്ലാതെ എന്ന് പറയാം, പേടിയില്ലാതെ കിടന്നുറങ്ങാനോ കഴിയാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ശരിക്കും നിങ്ങൾ കൊള്ളയടിക്കുന്നതിന് മറക്കുന്നൊന്നുമില്ല. അതായത് ടാക്സ് വേണം, ക്ഷേമനിധി വേണം, കുന്നം വേണം, കുടച്ചക്രം വേണം എന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ട് വേണം ഇത്തരം രീതിയിലേക്ക് കൊള്ളയടിക്കാം. ശരിയല്ലേ? ഗണേഷ് കുമാർ പുതിയൊരു തീരുമാനം എടുത്ത് ലോറി ഡ്രൈവർമാർ ഏറ്റവും ചുരുങ്ങിയിരുന്ന 6 മണിക്കൂർ ഉറങ്ങണം. അതെവിടെ? റോഡിന്റെ മുകളിൽ നിന്ന് 10 മീറ്റർ അപ്പുറം കൊണ്ടുവെക്കുക. ഗണേഷ് കുമാർ സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നോ 10 മീറ്റർ അപ്പുറത്ത് കൊണ്ടുവെക്കാൻ? റോഡ് സൈഡിൽ എവിടെ കിടന്നാലും പോലീസ് ചാർജ് ചെയ്യാം. പിന്നെ ഗുണ്ടായിസം, ഡ്രൈവറെ കഴുത്ത് കത്തി വെക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെട്ടോ? എത്ര ജീവനുകളാണ്, ഒരുപാട് ജീവൻ ഡ്രൈവർമാർക്ക് പോയത്. ഒരു സുരക്ഷയില്ലാത്ത ലെവലിൽ ഒന്നും വേണ്ട. അർജുന അതിന് വലിയ ഡ്രൈവല്ലേ? തീർച്ചയായിട്ടും 100%. കിടന്നുറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ശരിക്കും അവൻ ആ പാർക്കിംഗ് ആ റോഡ് സൈഡിൽ വെച്ച് കിടന്നുറങ്ങിയോണ്ടല്ലേ മണ്ണിടിച്ചിൽ പോയി പെട്ടത്? തീർച്ചയായിട്ടും അല്ലെ? ഞങ്ങൾ ഈ ഗവൺമെന്റുകളോട് മുഴുവൻ പറഞ്ഞേ 100 കിലോമീറ്ററിൽ ഒരു ഹബ്ബ് ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. അതും ചോദിക്കുന്നത് 100 കിലോമീറ്റർ ആണ്. അതെ, 100 കിലോമീറ്റർ. അതിലെങ്കിലും 100 കിലോമീറ്ററിലെങ്കിലും ഇവർക്ക് ബാത്റൂമോ കിടന്നുറങ്ങാൻ ഒരു സ്ഥലമോ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഗണേഷ് കുമാറിന് ഡയറക്റ്റ് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങ് ഈ ഭരണത്തിൽ നിന്ന് ഒയ്യുന്നതിന്റെ അടുക്ക് ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു വിശ്രമ സ്ഥലം കേരളത്തിൽ ഉണ്ടാക്കി. അത് നിങ്ങളുടെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും 100%. ഞങ്ങൾ പറഞ്ഞ ഗവൺമെന്റ് സ്വന്തം ഉണ്ടാക്കണ്ട, ഞങ്ങളെ പങ്കാളിത്തത്തിൽ ഉണ്ടാക്കാം. ഞങ്ങളും കൂടാ. എന്നിട്ടും ഇല്ല, ഒരു മറുപടിയും തന്നില്ല. അസൻക, എന്താണ് ശരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? നമ്മളിപ്പോ ഈ ഓഫീസിൽ ഇരിക്കുകയാണ് അല്ലെ, ഇതിന്റെ സ്ഥിതി വലിയ ലെവലിലേക്ക് ദയനീയാവസ്ഥയാണ് അല്ലേ? ഇതിലിപ്പോ ഓരോരോ വണ്ടിക്കാരും ഇതിപ്പം പറഞ്ഞാൽ 10-20 വണ്ടിയുള്ള പോലെ കൂടുതൽ ഇതിലേക്കാണ്. ഒറ്റയും തെറ്റയും വണ്ടിയുള്ള ഇപ്പൊ ജീവിക്കാൻ വേണ്ടി. മുമ്പൊക്കെ ഈ കോഴിക്കോട് ഏരിയയിൽ കൊടുവള്ളി 11 മൈൽ ഏരിയയിൽ ഒരു വീട്ടിൽ ഒരു ഉത്സവമോ ഒരു പെരുന്നാളോ ഒരു ഓണോ വരുമ്പോൾ എല്ലാ വീടിന്റെ മുറ്റത്തുണ്ട് 1, 2, 3 വണ്ടികൾ കാണാത്തല്ലോ. ഒരു 10-20 വർഷം മുന്നേ വരെ. ഇപ്പൊ നിങ്ങൾ നോക്കി, കുന്നമംഗലം ഏറ്റവും കൂടുതൽ കേരളത്തില് ഏറ്റവും കൂടുതൽ ലോറിയുള്ള സ്ഥലമായിരുന്നു അല്ലെ കുന്നമംഗലം? ഇപ്പൊ നിങ്ങൾ നോക്കി, ഒരു വീടിന്റെ മുമ്പിൽ ഒരു വണ്ടി പോലും കാണില്ല. അതേ പഴയ ഓണർമാരാരെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു വണ്ടി എടുത്തിട്ട് അവരെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഓട്ടും. വണ്ടി ഓടിയിട്ട് ഇപ്പൊ അത് ഒരു ബിസിനസ്സായിട്ട് ഇപ്പൊ കൊണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. എല്ലാവരും വിറ്റു. അപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഒരു 4 വണ്ടി 5-6 വണ്ടിയുള്ള 4 വണ്ടി കൊടുത്തു ഓട്ടാൻ കഴിയായിട്ട്. ഓട്ടിട്ട് എങ്ങനെയായാലും കൊണ്ടോട്ട് മുമ്പോട്ട് കഴിയില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എല്ലാ ഡ്രൈവർമാരും വണ്ടി പ്രസ്ഥാനത്തിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിലേ, ഈ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ വണ്ടികള് മുന്നിൽ കാണുമ്പോ എന്റെ വണ്ടി നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയും. വണ്ടികൾ പുറത്തു പോയാൽ ഇനി നല്ല ഒരു പരിക്കും പറ്റാതെ തിരിച്ചു വരണേ എന്നുള്ള പ്രശ്നം. അതിനിടയ്ക്ക് വേറെ അറിയാത്ത ഡ്രൈവർമാരുണ്ടെങ്കിൽ ഡീസൽ ബില്ല് മറ്റുള്ള ബില്ലൊക്കെ കുറെ ലെവലിലേക്ക് ഫേക്ക് ആയിട്ട് ഉണ്ടായിക്കൊണ്ടുവന്ന ആ ഒരു സംഭവം വല്ലാത്ത രീതിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ഇത് നേരിട്ട് അനുഭവിച്ചറിയണം. ഈ വണ്ടിക്കാര്, അതായത് ലോറിക്കാര് പ്രത്യേകിച്ച് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെന്ന് തീരാവുന്നുള്ളൂ ഈ അഹങ്കാരമൊക്കെ. ശരിക്കും അത്ര വേണം പറയാൻ. കാര്യം ഒന്ന് നിർത്തുവാണെങ്കിൽ നാളെ വിളിച്ച് ഞങ്ങൾ ട്രിപ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാം പട്ടിണിയിലാവും. ശരിക്കും ഇവിടെ പ്രളയത്തെക്കായും വലിയ രീതിയിലേക്ക് വരും സാധനം. അപ്പൊ അങ്ങനെ ഒരു 10-15 വർഷത്തിന് അങ്ങോട്ട് നോക്കി ഒരു സ്ട്രൈക്ക് ആരും നടത്തുന്നില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ട സ്ട്രൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ലോറി സമരം എന്തായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടുകിടും. അല്ല, അത് ഈ പറയുന്ന സംഭവമാണ്. ഒരു ദിവസം അടച്ചിട്ട് ഇവിടെ 10, 20, 30, 40, 40 റുപ്യ അടവ് വെച്ചിട്ടാണ് ഓരോരുത്തരും വണ്ടി കൊടുക്കുന്നത്. പുതിയ വണ്ടികൾ 60,000, 65,000 6 വീലിന് അടവിട്ടിട്ട് എങ്ങനെ അവർ ഓടിക്കുന്നത്? ഇപ്പൊ 2 വർഷം മുന്നേ കുറെ ഡ്രൈവർമാർ പണിയില്ലാത്തതുകൊണ്ടായിരിക്കും സ്വന്തമായിട്ട് പോയിട്ട് വേഗം വണ്ടി എടുക്കുന്ന എങ്ങനെ 24 ലക്ഷം രൂപന്റെ വിലയുള്ള വണ്ടിക്ക് 26 ലക്ഷം ലോൺ കൊടുക്കുക. ഈ 2 ലക്ഷം എക്സ്ട്രാ വില ഡ്രൈവർമാർക്ക് കൊടുക്കുക. അവരെന്താ കണക്കൂട്ടുന്നത്? 2 ലക്ഷം റുപ്യ നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെ വണ്ടി ഓട്ടി അങ്ങനെ ഇതാക്കാം. അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. 2 വർഷം കഴിയുമ്പോൾ അവർക്ക് ഇതിന്റെ ബ്രേക്കിന്റെ സമയത്താണ് ഇപ്പൊ എത്രയോ വണ്ടിയുണ്ട് ഇവനെ CC-കാർ പിടിച്ചിട്ട് പോയിട്ട് ഇത്രയും രൂപ അടയ്ക്കാൻ കഴിയില്ല. ഇപ്പൊ ഏകദേശം ഒരു 30,000 രൂപയിൽ കൂടുതൽ അടയ്ക്കാൻ ഒരിക്കലും കഴിയില്ല ഈ 6 വീൽ ഓട്ടിയിട്ട്. ഇതിന്റെ ശതമാനം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കതർക്കൊക്കെ ഈ പണി 45 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പൻ അനിയാനൊക്കെ വണ്ടിയുള്ള കാലത്ത് പറഞ്ഞു അന്ന് ഒരു 100 രൂപ കൂടിക്കുകയാണെങ്കിൽ 85% ബാലൻസ് ആയിരുന്നു. 15-20% ചെലവുള്ള. ഇന്ന് നേരെ തിരിച്ചാ 10%, 15% ബാലൻസ്. അതിന്റെ തേയ്മാനത്തിൽ ഈ വർഷം ടയറിന്റെ വില, പാർട്സിന്റെ വില ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇതില് പാർട്സിന്റെ വില എത്ര 10%, 10-15% കൂടിയിട്ട്. ഇതിനനുസരിച്ച് നമുക്ക് വാടക കൂടി കിട്ടുന്നില്ല. നമ്മളൊക്കെ ഇപ്പോഴും ഓടുന്ന 10 വർഷം മുന്നത്തെ വാടക ഉള്ളു. അതാണ് പ്രശ്നം. അതായത് വരുമാനം കുറഞ്ഞു, ചെലവ് കൂടി. അല്ല, ഇത് ഇന്ത്യയുടെ അവസ്ഥയാണ്, ഇന്ത്യയുടെ ടോട്ടൽ അവസ്ഥയാണ്. നമ്മളിപ്പോ ഈ പ്രസ്ഥാനം പറയുമ്പോ അതും പറയണല്ലോ, നിങ്ങൾ പ്രതികരിക്കരുത്, നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങളെ തളർത്തിയിട്ടാണ് ഞങ്ങള്. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഒരു ഡൽഹിക്ക് ഒരു 6 വീല് കോഴിക്കോട് പോവുകയാണെങ്കിൽ
ഒരു 5-6 വർഷം മുന്നേ 4,500 രൂപ 5,000 രൂപേൻ്റെ ഉള്ള ടാക്സ് മതി, റോഡ് ടോള് മതി. ഇപ്പോൾ 14,500 രൂപയാണ് ഒരു 6 വീൽ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക്. ഇതിനിവിടെ വാടക കൂടുന്നുണ്ടോ? കൂടുന്നില്ല. വാടക ഇപ്പോൾ കുറയുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ പൈനാപ്പിൾ ഓടിയുടെ ഞങ്ങൾക്ക് ഇപ്പോൾ ബാക്കോളത്തു നിന്നുള്ള വാടക 9,300 1,00,000 രൂപ ഡൽഹിക്ക് വാടക ഉണ്ടെങ്കിൽ 9,300 കയറ്റിയാൽ മതി. 9 ടണ്ണ് 300 കിലോ. ഇപ്പോൾ അതേ സ്ഥാനത്തായാലൂടെ അവർ 10 ടണ്ണിനാക്കി. ഈ 10 ടണ്ണിനാക്കിയോടുകൂടെ നമുക്ക് കിട്ടുന്ന ഒരു 6,000 രൂപ ബാലൻസ് കുറഞ്ഞു പോവുക. അത്രയും നഷ്ടത്തിലാണ് സംഭവം. നഷ്ടത്തിലാണ് ഓടുന്നത്. ഫൈസൽക്ക, നിങ്ങൾക്ക് എത്ര വണ്ടിയുണ്ട്? 2 വണ്ടി. 2 വണ്ടിയില്ലേ? ഈ സംഭവം നമുക്ക് ടോളിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ടോള് എന്ന് പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ വെച്ച് തരാം. ഞാൻ വണ്ടി ഇറക്കുമ്പോൾ ഒരു പണം കിട്ടുന്നുണ്ട് അല്ലേ? അത് നല്ല എമൗണ്ട് ആണ് കിട്ടുന്നത്. റോഡിന് വേണ്ടിയാണ്, റോഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് അല്ലേ? ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും പണം കിട്ടുന്നത്, റോഡ് ടാക്സ് എന്നുള്ള പേരിൽ പണം കിട്ടുന്നത് നല്ല റോഡ് തരാമെന്ന് വെച്ചിട്ടാണ്, അല്ലാതെ മോശം റോഡ് തരാമെന്ന് വെച്ചിട്ടല്ല. ആരെങ്കിലും തെറി പറയാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ തിരിച്ച് ഇപ്പൊ പറയാണത്, തെറി പറയാൻ ഉദ്ദേശിക്കുന്ന പൊട്ടന്മാരായുള്ള ആളോടാണ് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുമ്പോൾ, ടാക്സ് പിരിക്കുമ്പോൾ, റോഡ് ടാക്സ് പിരിക്കുമ്പോൾ ആ റോഡ് ടാക്സ് നല്ല റോഡ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോ പറയും തെറി പറയാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അതായത് നല്ല റോഡ് ഉണ്ടാക്കി തന്നില്ലെന്ന്. ആ നല്ല റോഡ് ഉണ്ടാക്കി തന്ന പണക്കാർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന റോഡാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നേക്കണേ. അപ്പോ ഞാൻ അടച്ച പണം എവിടെ പോയി? ഫൈസൽക്ക് എവിടെ ചോദിക്കുന്നത്? ഞാൻ അടച്ച പണം, എന്റെ കാറ് ഓടണമെങ്കിൽ ശരിക്കും എന്തുണ്ട്? ടോൾ കെട്ടണം. ഞാൻ വണ്ടി ഇറക്കിയപ്പോ നല്ല രീതിയിലേക്ക് റോഡ് ടാക്സ് കെട്ടിയതാണ്. ആ റോഡ് ടാക്സിന്റെ പണം എവിടെയാണ്? അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മൾ സർക്കാരിനോട് എന്ത് കാര്യം പറഞ്ഞിട്ടും പ്രയോജനമില്ലാത്തത് കൊണ്ട് ലോറി ചെലവ് കുറച്ച് എങ്ങനെ ഓട്ടാന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതേ പെട്രോളിന് പകരം വെള്ളം അടിക്കണം. അതിനൊരു വഴി നമ്മൾ കണ്ടെത്തുക. അപ്പോൾ സത്യത്തിൽ ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് ഒരു ലോഡ് കയറ്റി പോകുമ്പോൾ എക്സ്പ്രസ് വേയിൽ 1000 ചില്ലാനം ഉറുപ്പ്യ ടോൾ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സർവീസ് റോഡ് പിടിക്കുകയാണ്. സർവീസ് റോഡിന് പോയി സർവീസ് റോഡിന് വരിക ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ ടോൾ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന അതേ വാടകയ്ക്ക് തന്നെയാണ്, പക്ഷെ അതിലും കുറഞ്ഞിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടേ നിൽക്കുന്നത്. ഈ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന ഒരു വണ്ടി ഡീസലും അടിച്ച് ഡ്രൈവറെ കൂലിയും കൊടുത്ത് വണ്ടി അവിടെ എത്തുമ്പോൾ വണ്ടിക്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ മുതലാളിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണ്ടി വരും ഈ വണ്ടി അവിടെ എത്തിക്കാൻ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇപ്പോൾ ഈ ചെറുകിട പണികളെല്ലാം നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം തന്നെ ഈ ക്ഷേമനിധിൻ്റെ പറഞ്ഞപ്പം സാധാരണഗതിയിൽ ഡ്രൈവർമാരും ഓണർമാരും ഇതൊരു സ്വയം തൊഴിൽ എന്നുള്ള നിലക്ക് കണ്ടെത്തിയിട്ടത് ഒരു ആയുധം, നമ്മളൊരു പണിയായുധം എങ്ങനെയാണോ മേടിക്കണേ അതേപോലെയാണ് ഇപ്പോൾ ലോറി മേടിച്ചത്. തീർച്ചയായും അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ വരാം. ടോളിന്റെ കാര്യം, ടോൾ അന്യായമാണോ? ശരിക്കും ടോള് സത്യത്തിൽ അന്യായം തന്നെയാണ്. കാരണം ഇത് ആജീവനാന്തം പിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനെന്താ ഒരു കണക്ക് കാര്യം ഒന്നും അറിയുന്നില്ല. നമ്മൾ കൊടുത്തുകൊണ്ടേ നിൽക്കുക, അവർ പിരിച്ചുകൊണ്ടേ നിൽക്കുക. അത് പിന്നെ 6 മാസം കൂടുമ്പോൾ അല്ല ഒരു വർഷത്തിൽ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യും ഈ റേറ്റ്. ഇപ്പൊ 500 ആണെങ്കിൽ അടുത്തത് 600 ആവും. അത് നമ്മൾ അറിയുന്നില്ല. അതായത് ഈ ടോളിന്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ടോള് വർഷാവർഷം കൂട്ടിക്കൊണ്ടിരിക്കുക. ടോൾ എത്ര പിരിച്ചു എന്നുള്ളത് സർക്കാരുകളുടെ കയ്യിലില്ല, കണക്കില്ല. ഒരു റോഡ് ഉണ്ടാക്കുന്നതിന്റെ 10 മടങ്ങ് പിരിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, റോഡ് വികസനം എന്ന് പറഞ്ഞ് സർക്കാർ നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? സത്യത്തിൽ അല്ലെ? അപ്പൊ നമ്മുടെ റോഡ് എവിടെയെന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലേ? അതെ, ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് സർക്കാർ ഉണർന്നിട്ട് അത് അങ്ങനെ സംഭവിച്ചു, ഇത് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ അന്നുള്ള അതേ റോഡ് തന്നെയാണ്. വണ്ടി 1000-കണക്കിന് വണ്ടി ഡെയിലി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിന് ഓടാനുള്ള സംവിധാനം വേണ്ടേ? അതാരോട് നമ്മൾ പറയും? തീർച്ചയായും റോഡും നമ്മുടെ വികസനത്തിൽപ്പെട്ട സാധനം തന്നെയാണ്. അപ്പൊ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രസ്ഥാനം തുടങ്ങി വെച്ച് തന്നെ തിരിച്ചു പറയട്ടെ, ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പൂട്ടിക്കുക എന്നുള്ള രീതിയിലേക്ക് ആരും പോകരുത്. കാര്യം നിങ്ങൾക്കറിയാത്ത കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് ചരക്ക് ഗതാഗതം നടത്തുന്ന ആളുകൾ, അവരാണ് നമ്മുടെ ശരിക്കും എല്ലാവരെയും സംരക്ഷണം ഒരുക്കുന്നത്. ഒരു വലയാണ് ശരിക്കും. അത് മനസ്സിലാക്കാത്ത ആളുകളോടാണ് പറയാനുള്ളത്. അപ്പൊ തീർത്തും ഇത്തരം രീതിയിലേക്കുള്ള പരിപാടികൾ, അതായത് ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കണം. ഇവർക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ആളുകളും കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിത സ്റ്റൈല്, ആ ജീവിതത്തിന്റെ ആ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോകരുത് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.